അപ്പോൾ ഇന്ന് 28 മെയ് ആണ്. അപ്പം ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പാണ് ഇൻ്റർനാഷണൽ. എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റാണ്. പാരൻസ് ഒന്നും ഇല്ലാണ്ട് ഫസ്റ്റ് ഫ്ലൈറ്റും ആണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഇത്രയും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം. കുറച്ച് ഡ്രസ്സേ ഉള്ളൂ, 2-3 ഡ്രസ്സ് പാക്ക് ചെയ്യണം. അപ്പോൾ രാവിലെ 11 മണി ആയപ്പോഴാണ് പാക്ക് ചെയ്യുന്നത്. പോകുന്നന്ന് രാവിലെ കേട്ടോ പാക്ക് ചെയ്യുന്നത്. തലേദിവസം രാത്രിയാണല്ലോ നമ്മൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വന്നത്. അപ്പോൾ അതിന് ക്ഷീണമൊക്കെ കാരണം ഉറങ്ങിപ്പോയി. പിന്നെ നമുക്ക് മടിയായിരുന്നു രാവിലെ എഴുന്നേറ്റ് പാക്ക് ചെയ്യാൻ. പിന്നെ വൈകിട്ട് കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും പാക്ക് ചെയ്യുവാണ്. വേഗം പാക്കിംഗ് ഒക്കെ നടത്തി ഫുഡ് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് അമ്മയും മമ്മിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം രണ്ടുപേരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് വേഗം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടിയൊക്കെ പൂട്ടി വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആകെ കൊണ്ടുപോകുന്നത് 7 കിലോ ആണ്. അപ്പോൾ ഞാൻ 5.5 കിലോ 6 കിലോയിൽ നിർത്തി, ബിക്കോസ് എൻ്റെ പെട്ടിക്ക് നല്ല വെയിറ്റാണ്. ഇത് ഔട്ട്ഫിറ്റ് മാക്സിലെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് എന്നെ കോളേജിൽ കൊണ്ടുവിടുന്നത് കേട്ടോ. ഓൾറെഡി 4:15 കഴിഞ്ഞു പോയപ്പം. 4:30 റിപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പോൾ കോളേജിൽ എത്തി. ഞങ്ങൾക്ക് ചാപ്പലിൽ പ്രയർ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോളേജ് ബസ്സിനാണ് എയർപോർട്ടിൽ പോയത്. എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് ഡിന്നർ കഴിച്ചു, ബിക്കോസ് ഫ്ലൈറ്റിൽ ഡിന്നറില്ല. അപ്പോൾ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കാൻ ഇറങ്ങി. ഒരു 8 മണിയായിരുന്നു. ഞങ്ങൾക്ക് ഓൾറെഡി ചെക്ക് ഇൻ സമയം 8 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ 8-8:15 ആയപ്പോഴത്തേനും എയർപോർട്ടിലെത്തി. നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് പോകുന്നത്. അപ്പോൾ നമ്മളിതാ വെയിറ്റിംഗ് ആണ് കയറാൻ. അപ്പോൾ അന്ന് ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു കേട്ടോ. എയർ ഏഷ്യയ്ക്കാണ് നമ്മളെല്ലാവരും പോകുന്നത്. 13 പിള്ളേരും 6 ഫാക്കൽറ്റീസും. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ബോർഡ് പാസ് കിട്ടി, സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞ് ഒരു 9:30 ആയപ്പോഴത്തേനും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ അതർ തിങ് ഇസ് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു ഗൈസ്. മഴ കാരണം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അപ്പോൾ 9:30 തൊട്ട് ഒരു 10-10:30 വരെ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമുക്ക് ഓൺ കോള് വന്നു. നമ്മളങ്ങനെ ബോർഡ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ സമയം ഒരു 10:45-11 മണി ആവാറായി. കണ്ടല്ലോ സമയം 10:30 കഴിഞ്ഞു. നമ്മളങ്ങനെ ബോർഡിങ്ങിൻ്റെ അങ്ങോട്ട് പോവാണ്. ഞങ്ങളെല്ലാവരും ഗേറ്റ് 5-ൻ്റെ അടുത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് അറിയുന്നത് ഗൈസ് ബോർഡിങ്ങിന് വീണ്ടും ഡിലേ ആവും, ഫ്ലൈറ്റ് ഡിലേ ആണെന്നുള്ളത്. ഓൾറെഡി പറഞ്ഞത് 10:30 എന്നുള്ള ഫ്ലൈറ്റ് ആയിരുന്നു, അല്ല 11 മണിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു നമുക്ക്. പക്ഷേ അത് വീണ്ടും ഡിലേ ആയി. 1 അവർ ഡിലേ ആയിരുന്നു 11 മണിയുടെ ഫ്ലൈറ്റ് നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നത്. അപ്പോൾ പുറകെ വിശേഷങ്ങളൊക്കെ വരും. ഞങ്ങളിതാ എല്ലാ ടീച്ചേഴ്സും പിള്ളേരും എല്ലാവരും വെയിറ്റിംഗ് ആണ് ബോർഡ് ചെയ്യാൻ വേണ്ടി. പോകുന്നതിന് മുമ്പ് എല്ലാവരും മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കണം, ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗേറ്റ് വരുന്നത് ഗേറ്റ് 6 ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഗേറ്റ് 6-ലേക്ക് പോകുന്നതാട്ടോ നിങ്ങളെ വന്നത്. താഴത്തായിരുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ എല്ലാ പിള്ളേരും ഞങ്ങൾ വീഡിയോസ് എടുക്കുകയാണ്, യൂട്യൂബിൽ ഇടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിതാ ബോർഡ് ചെയ്യാൻ പോയി. എയർ ഏഷ്യ ഫ്ലൈറ്റിനാണ് പോണത്. ആൻഡ് ദ ടൈം ഇസ് ബോർഡിങ്ങിനുള്ള ടൈം നോക്കൂ 11:45. കോച്ച് വന്നതും നല്ല ഡിലേ ആയിട്ടാണ്. 12 ആവാറായി. എല്ലാവരുടെയും ഉറക്കമൊന്നും ശരിയാവാതെ എല്ലാവരും ഇരിക്കുമായിരുന്നു. ഫ്ലൈറ്റിൽ കയറി. ഇപ്പം ഫ്ലൈറ്റിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഫാക്കൽറ്റി തന്നെയാണ്, ജിബോച്ചനായിരുന്നു. എയർ ഹോസ്റ്റസ് കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ പറയുവാണ്. നമ്മളതൊക്കെ കേട്ടിരുന്ന് പുറത്തെ വ്യൂ ഒക്കെ കണ്ട്, നല്ല മഴയായിരുന്നു. മഴയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് എലൈൻ സീറ്റ് ആണെങ്കിലും വിൻഡോ സീറ്റിലിരുന്ന ആൾ പറഞ്ഞു നിങ്ങൾക്ക് കടന്നിറങ്ങിക്കാമെങ്കിൽ ഓക്കെ എന്ന്. എനിക്ക് ഹാപ്പിയായി, കാരണം വിൻഡോ സീറ്റിലാണല്ലോ. ഇപ്പം തന്നെ ടൈം 12:30 കേട്ടോ ഗൈസ്. 12:30 ആയപ്പോഴാണ് ഫ്ലൈറ്റ് മൂവിങ് ആയി തുടങ്ങിയത്. നിങ്ങൾ ഓർക്കണം 11-ൻ്റെ ഫ്ലൈറ്റ്. പിന്നെ അവരുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അങ്ങനെ അതാ ഞങ്ങൾ പോവുകയാണ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. എവിടെയാണെന്ന് കമൻറ്റ് ബിലോ. ഇതേപോലെ നിങ്ങൾ വിൻഡോ സീറ്റിലിരുന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ. ഓക്കെ, സീ യു ദെൻ. ബൈ ബൈ. പുതിയ വിശേഷങ്ങളായിട്ട് ഉടനെ വരാം.